നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഈ ഒറ്റമൂലി അതിഗംഭീരമാണ്. ഞാൻ പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല, നമുക്ക് വണ്ണം വെക്കാൻ വേണ്ടി സാധാരണ നമ്മൾ പല സാധനങ്ങളും വലിച്ചു വരി കഴിക്കും. പക്ഷെ അതിന് ശേഷം നമുക്കൊന്ന് വണ്ണം കുറയ്ക്കണമെങ്കിൽ അത് അത്രത്തോളം പാടാണ് എന്നുള്ള കാര്യം ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതായത് വണ്ണം കുറയ്ക്കാനും നമ്മുടെ കുടവയർ കുറയ്ക്കാനുമുള്ള ഈ ഒറ്റമൂലി വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതുള്ളൂ. ആദ്യം തന്നെ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വണ്ണം കുറയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർ, അതോടൊപ്പം തന്നെ കുടവയർ കുറയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം മറ്റൊന്നുമല്ല, നിങ്ങൾ ഇപ്പോൾ കഴിക്കുന്ന ഫുഡ് എത്രയാണോ അതിൻ്റെ നേർപതി കഴിക്കണം. നേർപകുതി മാത്രമേ ഇന്ന് തൊട്ട്, അതായത് ഈ മരുന്ന് ഈ ഒറ്റമൂലി കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്തിന് മുമ്പ് തൊട്ട് നിങ്ങൾ കഴിക്കാവുള്ളൂ. അതല്ലാതെ നിങ്ങൾ ഒരുപാട് ഫുഡ് വലിച്ചു വരി കഴിക്കുകയും തുടർന്ന് ഈ ഒറ്റമൂലിയും കഴിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഞാനും നല്ല സാക്ഷാൽ ദൈവം തമ്പുരാൻ വിചാരിച്ചാലും നിങ്ങളുടെ വണ്ണം കുറയില്ല. അതുകൊണ്ട് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് 100% നിങ്ങൾ ഇപ്പോൾ കഴിക്കുന്ന ഫുഡിന്റെ അളവ് കുറയ്ക്കുക. അതിനുശേഷം ഈ ഒറ്റമൂലി ദിവസവും കഴിക്കാൻ ശ്രമിക്കുക. ഇനി ഈ ഒറ്റമൂലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം, കണ്ടു നോക്കുക. ഓക്കെ, അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് സാധാരണ പച്ചവെള്ളമാണ്. സാധാരണ പച്ചവെള്ളം എടുക്കുക. അതിലേക്ക് നമുക്ക് ഒരല്പം ജീരകം ഇടാം. സാധാരണ എല്ലാ വീട്ടിലുമുള്ള ജീരകമാണ്. ഒരല്പം ജീരകം എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിലിടാം. ഓക്കെ, ഇട്ട ശേഷം ശരിക്കൊന്ന് ഇളക്കുക. അപ്പോൾ ഇതുപോലെ ഗ്ലാസ്സിൽ വെള്ളം എടുത്ത ശേഷം നമുക്ക് 8 തൊട്ട് 10 മണിക്കൂർ വരെ ഇതേപടി തന്നെ സൂക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പം, നിങ്ങൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക, ജീരകം അതിലേക്ക് ഇടുക, അതിനുശേഷം അതേപടി തന്നെ സൂക്ഷിക്കുക. പിറ്റേ ദിവസം രാവിലെ എടുക്കുക. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഒരല്പം ഇഞ്ചി ചേർക്കണം. അതായത് സാധാരണ നമ്മുടെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ ശേഷം ചെറുതായിട്ട് ഇടിച്ചെടുക്കുക. ഇടിച്ചെടുത്ത ശേഷം നമുക്ക് ഇതേപടി തന്നെ ഇഞ്ചി ഇതിലേക്ക് ഇടുക. ഇഞ്ചി ഇതിലേക്ക് ഇട്ട ശേഷം നമുക്ക് ഈ വെള്ളം ഒന്ന് ശരിക്ക് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ആ ഗ്ലാസ്സിലെ വെള്ളം നമുക്ക് ഇതുപോലെ ഒഴിക്കുക. അതിനുശേഷം ഇത് ശരിക്ക് തിളയ്ക്കാൻ വേണ്ടി വെക്കുക. അതായത് 2 to 3 മിനിറ്റ് ഒന്ന് ശരിക്ക് തിളയ്ക്കണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ ശരിക്ക് തിളയ്ക്കണം. ഒരു 2 അല്ലെങ്കിൽ 3 മിനിറ്റ് ഇതുപോലെ ശരിക്ക് തിളച്ച ശേഷം നമുക്ക് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അത് തിളപ്പിച്ച് ആറിയ വെള്ളം നമുക്ക് ഇതുപോലെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇതിപ്പോൾ അല്പം ചൂടുണ്ട്. നിങ്ങൾ 100% ചൂട് കളഞ്ഞ ശേഷം മാത്രമേ ഇതുപോലെ ഗ്ലാസ്സിലേക്ക് അരിച്ചെടുക്കാവുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഒറ്റമൂലി റെഡിയാണ്. ഇത് കഴിക്കേണ്ട വിധം വളരെ സിമ്പിളാണ്. അതായത് എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ വെറും വയറ്റിൽ ഇത് കുടിക്കുക. അതിനുശേഷം ഫുഡ് കൺട്രോൾ ചെയ്യുക. അതായത് ഫുഡ് കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ സാധാരണ നിങ്ങൾ എത്രത്തോളം ഫുഡ് കഴിക്കുന്നുണ്ടോ അതിൻ്റെ നേർപകുതി ഫുഡ് മാത്രം കഴിക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാവുന്നുള്ളൂ. ജീരകത്തിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചിയിൽ അടങ്ങിയിരിക്കുന്ന പല പോഷക ഗുണങ്ങളും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തെ കൊഴുപ്പിനെ അലിയിച്ച് കളയാനും അതോടൊപ്പം തന്നെ നമ്മുടെ വിശപ്പിനെ നിയന്ത്രിച്ച് നിർത്താനുള്ള ശേഷിയുണ്ട്. അതായത് ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ, വൈറ്റമിൻസുകൾ, പല മിനറൽസ്, ഇതെല്ലാമാണ് നമ്മളെ ഇതിനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് കുടിക്കുമ്പോൾ എല്ലാ ദിവസവും വെറും വയറ്റിൽ കുടിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ 100% നിങ്ങൾ ഫുഡിനെ കൺട്രോൾ ആയിരിക്കുകയും ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഓക്കെ, അപ്പോൾ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അതിമനോഹരം. നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി. ഞാൻ വരും, നിങ്ങളുടെ സ്വന്തം ജോബി അല്ലെങ്കിൽ അതുവരേക്കും ഷോർട്ട് ട്രൈ. കൂടുതൽ വീഡിയോയ്ക്കും വിശകലനങ്ങൾക്കും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലിങ്കൽ.